പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2024 WWE ആദ്യ സ്പെഷ്യൽ ഇവൻ്റായ റോയൽ റംബിൾ 2024 മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളവരുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലെ ടോപ്പിൽ നിൽക്കുന്ന 7 റെസ്ലേഴ്സിൻ്റെ പേരാണ് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം സ്ഥാനത്തിൽ നിൽക്കുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. അതായത് ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും സാധ്യത കുറവുള്ള താരം അത് മറ്റാരുമല്ല, ഡ്രൂ മാക്കിൻ്റെയർ ആണ്. ഡ്രൂ മാക്കിൻ്റെയർ നിലവിൽ റോ ബ്രാൻഡിലാണ് ഉള്ളത്. ഡ്രൂ മാക്കിൻ്റെയർ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നിലവിലെ വേൾഡ് ചാമ്പ്യനായ സെത്തിനെതിരെ സ്റ്റോറി ചെയ്തിരുന്നു. റോയൽ റംബിളിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഈ അടുത്താണ് ഡ്രൂ നടത്തിയത്. ഡ്രൂ മാക്കിൻ്റെയർ വിജയിച്ചാൽ സെത്ത് റോളിൻസിനെ തന്നെ ചലഞ്ച് ചെയ്യാനാണ് സാധ്യത. അതുപോലെ തന്നെ റോമൻ റെയിൻസിനെതിരെയുള്ള ഡ്രൂവിൻ്റെ സ്റ്റോറിയും കൃത്യമായിട്ടൊരു ഫിനിഷ് ഇല്ലാത്ത പോലെയാണ് അവർ അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമനെ ചലഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 6ാമതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദി റോക്കിൻ്റെ പേരാണ്. റോക്കിൻ്റെ WWE റോ എപ്പിസോഡിലേക്കുള്ള തിരിച്ചുവരവാണ് ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തിലേക്ക് റോക്ക് കയറി വരാനുള്ള കാരണം എന്ന് പറയുന്നത്. തിരിച്ചുവരവ് മാത്രമല്ല, റോക്ക് റോമൻ റെയിൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറക്റ്റ് ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നതും നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് റോക്ക് റോയൽ റംബിളിൽ ഒരു സർപ്രൈസ് എൻട്രി പോലെ വന്ന് റോയൽ റംബിൾ വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ 6ാം സ്ഥാനത്താണ് റോക്ക് കിടക്കുന്നത്. റോക്ക് വിജയിച്ചാൽ റോമൻ റെയിൻസിനെ ചലഞ്ച് ചെയ്യുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 5ാം സ്ഥാനത്തുള്ളത് റാൻഡി ഓർട്ടൺ ആണ്. റാൻഡി ഓർട്ടൺ നിലവിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റെയിൻസിനെതിരെ ഒരു ഫേറ്റൽ 4-വേയിൽ മത്സരത്തിന് പങ്കെടുക്കുന്ന ഒരു റെസ്ലറാണ്. റാൻഡി ഓർട്ടൺ ഈ ഒരു 5ാം സ്ഥാനത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം റാൻഡി ഓർട്ടന് സിംഗിൾസ് മത്സരത്തിലൂടെ റോമൻ റെയിൻസിനെ നേരിടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റാൻഡി ഓർട്ടൺ റോയൽ റംബിളിൽ വിജയിച്ചാൽ റോമൻ റെയിൻസിനെ ചലഞ്ച് ചെയ്തേക്കാം. റോയൽ റംബിളിൽ റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. പിന്നീട് 4ാം സ്ഥാനത്തിലുള്ളത് LA നൈറ്റ് ആണ്. LA നൈറ്റ് എന്തായാലും നിലവിൽ ഒരു റോയൽ റംബിൾ എൻട്രി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും LA നൈറ്റ് മെൻസ് റോയൽ റംബിളിൻ്റെ ഒരു ഭാഗമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും നമുക്കില്ല. LA നൈറ്റ് വിജയിച്ചാലും റോമൻ റെയിൻസിനെ ചലഞ്ച് ചെയ്യാൻ തന്നെയാണ് സാധ്യത. പക്ഷേ വിജയിക്കാൻ ഒട്ടും ഒരു സാധ്യത ഇല്ലാത്തൊരു റെസ്ലറായിട്ടാണ് ഞാൻ പറയുക. പിന്നീട് 3ാം സ്ഥാനത്തിലുള്ളത് കോഡി റോഡ്സ് ആണ്. കോഡി റോഡ്സ് ആണ് കഴിഞ്ഞ വർഷത്തെ മെൻസ് റോയൽ റംബിളിൽ വിജയിച്ചത്. റോമൻ റെയിൻസിനെയാണ് കഴിഞ്ഞ വർഷം ചലഞ്ച് ചെയ്തത്. ഈ ഒരു വർഷവും കോഡി റോഡ്സ് വിജയിക്കുകയാണെങ്കിൽ റോമൻ റെയിൻസിനെ തന്നെയായിരിക്കും ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ലൈൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 2ാം സ്ഥാനത്തിലെ ഒരു പേര് നോക്കുകയാണെങ്കിൽ നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഗുന്തറിൻ്റെ പേരാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഗുന്തർ ഈ ഒരു ആഴ്ചത്തെ റോ എപ്പിസോഡിലാണ് ഈ ഒരു റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്നുള്ള വലിയൊരു അനൗൺസ്മെൻറ്റ് പങ്കുവെക്കുന്നത്. ഗുന്തറിൻ്റെ വിജയസാധ്യത വർദ്ധിക്കാനുള്ള കാരണം ഗുന്തറിന് മറ്റ് റെസ്ലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും പ്രായമായിട്ടില്ല. കൂടാതെ ആരാധകർക്കിടയിൽ നല്ലൊരു പവർ ഹൗസ് റെസ്ലർ അല്ലെങ്കിൽ അദ്ദേഹം വിജയിച്ചാൽ അത് ആരെയും മടുപ്പിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുന്തറിന് റോയൽ റംബിൾ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പെർഫോമൻസും കഴിഞ്ഞ വട്ടം ഗുന്തർ കാഴ്ചവെച്ചതാണ്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്തിലേക്ക് ഗുന്തർ കയറി വന്നിട്ടുള്ളത്. 1ാം സ്ഥാനത്തുള്ളത്, അതായത് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന മെൻസ് റോയൽ റംബിളിൽ വിജയസാധ്യത കൂടുതലുള്ളത് മറ്റാരുമല്ല, CM പങ്ക് തന്നെയാണ്. CM പങ്കിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളും ഇപ്പോൾ ഒരു സാധ്യത പറയുന്നത്. CM പങ്ക് വിജയിച്ചാൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്തിനെ തന്നെയായിരിക്കും ചലഞ്ച് ചെയ്യുക. അതൊക്കെ CM പങ്ക് ഓൾറെഡി റോയിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു 7 റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ LA നൈറ്റ്, റാൻഡി ഓർട്ടൺ, ദി റോക്ക് തുടങ്ങിയവരൊക്കെയാണ് ഇപ്പോൾ നിലവിലൊരു എൻട്രി ഒഫീഷ്യലായി പ്രഖ്യാപിക്കാത്തത്. ബാക്കി എല്ലാവരും റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്നുള്ളത് 100% ഉറപ്പ് നൽകിയിട്ടുണ്ട്. റോക്കൊക്കെ വന്നാൽ അത് വമ്പൻ സർപ്രൈസ് ആയിരിക്കും. അതുപോലെ തന്നെ റോക്കൊക്കെ വന്നാൽ ആര് വിജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു ആവേശത്തിൻ്റെ മുൻനിരയിലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യത, അതുപോലെ തന്നെ ആ വിജയിക്കുന്ന റെസ്ലർ ആരെ ചലഞ്ച് ചെയ്യും എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.